ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. സ്ഥലപരിമിതിയിൽ നട്ടം തിരിയുന്ന തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന് താൽക്കാലിക ആശ്വാസമെന്ന നിലയിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പഞ്ചായത്ത് കെട്ടിടത്തോട് ചേർന്ന് തന്നെയാണ് പുതിയ 2 മുറി കെട്ടിടവും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സൗകര്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ചുരുങ്ങിയ ചെലവിൽ ഒരു ചെറിയ ഓഫീസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരർത്ഥത്തിൽ വലിയ ഓഫീസിന്റെ ആവശ്യമില്ല. കാരണം ഓഫീസിന് ജീവനക്കാർക്ക് മാത്രം പണിയെടുക്കാനുള്ളതാണ്. നാട്ടുകാരും ഇനി കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും മുനിസിപ്പൽ ഓഫീസിലും കയറേണ്ട ആവശ്യമില്ല. അതെന്തുകൊണ്ടാണ് പറഞ്ഞെന്നറിയുമോ? ഇപ്പോൾ പഞ്ചായത്തുനിന്നോ മുനിസിപ്പാലിറ്റിന്നോ നടക്കേണ്ട എല്ലാ കാര്യവും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇരുന്നോടത്തിരുന്ന് നടത്താം. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഇരിക്കാനുള്ള മുറികളാണ് നിർമ്മിച്ചത്. മുൻപ് പഞ്ചായത്തിൽ ഓഫീസ് കഴിഞ്ഞാൽ ആകെ 2 മുറികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും മെമ്പർമാരും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുറ്റത്തുമൊക്കെയാണ് കഴിഞ്ഞുകൂടിയത്. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായതോടെ സ്ഥലപരിമിതിക്ക് താൽക്കാലിക ആശ്വാസമാകും. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19.66 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ന്യൂസ് 18 പട്ടാമ്പി.